റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കുക്കർ ചൂടാക്കാം. ഈ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 3-4 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് കല്ലുമ്മലിട്ടിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്തത്. അത് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് ഇല്ലാണ്ടാക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഇപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ബീഫ് ആയതുകൊണ്ട് ബീഫ് കുക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി കുക്കായി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ഒരു 3/4 കിലോളം ബീഫ് ചേർത്ത് കൊടുക്കുക. എല്ലോട് കൂടിയുള്ള പീസ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല. ആകെ ഈ ഒരു കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ബീഫ് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 8 വിസിലാണ് ഇത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. ഓരോ ബീഫിൻ്റെയും വേവ് വ്യത്യാസം ഉണ്ടാവും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 8 വിസിൽ വരെ ഇതുപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുക്കറിൽ നിന്ന് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പം ബീഫ് വേവിക്കുമ്പോൾ റിലീസായ വെള്ളമാണ്. നിങ്ങൾക്കിപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഇതിലേക്ക് 1-2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കാഷ്യൂ അരച്ച പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നല്ല കോമ്പിനേഷൻ നല്ല കമീറയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ അതുപോലെ നല്ല സോഫ്റ്റ് കുബൂസിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്